നമസ്തേ, കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യ ചിന്തയുടെ ദിവസമാണ്. എന്തിങ്ങനെ മടിച്ചു നിൽക്കണേ? സാഹിത്യപരമായി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ചാനലിലൂടെ പറഞ്ഞൂടെ? നമുക്കൊന്നും വേണ്ടിയും പറഞ്ഞിരുന്നു കൂടെ. എന്നാൽ ഞാൻ വരാം സാഹിത്യ ചിന്തയിലേക്ക്. ഇത് ഞാൻ സ്വന്തമായിട്ട് എഴുതിയ കവിതയാണ്. എൻ്റെ സ്വന്തം കവിത ഞാൻ ഇന്ന് അവതരിപ്പിക്കുകയാണ്. ഈയിടെ എഴുതിയതാ, ഇടയെ രാമായണ മാസക്കാലത്ത്, അധികമായിട്ടില്ലല്ലോ. കാഞ്ഞങ്ങാട് കേന്ദ്രമാക്കിക്കൊണ്ട് സപര്യ കലാ സാംസ്കാരിക സമിതി എന്നൊരു സംഘടനയുണ്ട്. ആ സംഘടന എല്ലാ വർഷവും രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളെ പറ്റിയിട്ടുള്ള ഒരു മത്സരം നടത്താറുണ്ട്. ഞാനതിൽ അഹല്യയെ പറ്റി എഴുതിയിട്ടുണ്ട് ഒരു വർഷം. പിന്നെ ഒരു വർഷം ഗുഹൻ ആയിരുന്നു കഥാപാത്രം. ഗുഹനെ പറ്റി ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. ഇപ്രാവശ്യം തന്നിരുന്നത് വാൽമീകി. ഈ വാൽമീകിയെ പറ്റിയിട്ടുള്ള ഈ കവിത ഞാൻ രാമായണ മാസക്കാലത്ത് ചൊല്ലിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ഇല്ല, ഞാൻ ചൊല്ലിയിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് അവതരിപ്പിക്കുന്നത്. രാമായണ മാസം ഇപ്പോൾ കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഒരു കാര്യം പറയട്ടെ, തപസ്യ കലാ സാംസ്കാരിക സമിതിയുടെ മത്സരത്തിൽ പങ്കെടുത്തു. അവരതിൻ്റെ റിസൾട്ടൊക്കെ പറയുന്നുണ്ട്. 300 എൻട്രികളൊക്കെ വരുന്നുണ്ട്. ആ വരുന്നതിൽ നിന്നും ഏറ്റവും മെച്ചപ്പെട്ടതാണല്ലോ തിരഞ്ഞെടുത്ത് 1, 2, 3 സ്ഥാനങ്ങളൊക്കെ കൊടുക്കുന്നത്. എനിക്ക് 1, 2, 3 സ്ഥാനങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ. എനിക്കങ്ങനെ മത്സരത്തിൽ ഞാൻ അത്രയൊന്നും മുന്നോട്ട് വന്നിട്ടുമില്ല. അത്രയൊന്നും സ്റ്റാൻഡേർഡില്ലായിരിക്കും എനിക്ക്. ആയിക്കോട്ടെ, പക്ഷേ എനിക്കൊരു രസമായിട്ട് തോന്നി, ഞാനങ്ങ് എഴുതി, അത്രയേ ഉള്ളൂ. വാൽമീകിയെ പറ്റി പറയാം. വാൽമീകി വരുണ രാജധാനിയിലാണ് ജനിച്ചത്. വരുണദേവൻ്റെ 10ാമത്തെ പുത്രനായിട്ട്. ആ കുട്ടിയെ ദാസി ഉറക്കി കിടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗരുഡൻ വന്ന് ആ കുഞ്ഞിനെ ചുവന്ന പട്ടുകൊണ്ട് പുതപ്പിച്ച് കിടത്തിയിരിക്കുകയായിരുന്നു. ഒരു നല്ല പഴമാണെന്ന് കരുതി കഴിക്കാലോ എന്ന് കരുതിയിട്ട് മട്ടുപ്പാവിൽ കിടത്തിയിരുന്ന കുട്ടിയെ അതുപോലെ തന്നെ എടുത്തുകൊണ്ടാണ് പറന്നുപോയി. കൊണ്ടുപോകണ വഴിക്ക് പട്ട് മാത്രം കയ്യിലിരുന്നു. ഒരു കൊടും വനത്തിൻ്റെ മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ കൈവിട്ട് കൊക്കിൽ നിന്ന് പിടിവെട്ടി കുട്ടി താഴെ വീണു. വീണത് കൊടും കാട്ടിൽ. ആ കാട്ടിലൂടെ നടന്നപ്പോൾ വീണ വഴിക്ക് കുട്ടി ഉറക്കൊക്കെ നടന്നങ്ങോട്ട് കരച്ചിൽ തുടങ്ങി. കരച്ചിൽ കേട്ടിട്ട് പലരും ഓടി വന്നപ്പോൾ ജാതിക്കാരാണ് അവിടെ വന്നത്, കാട്ടാളന്മാർ. ആ കാട്ടാളന്മാർ നോക്കും, നല്ലൊരു തങ്കക്കുടം പോലത്തെ കുട്ടി എടുത്ത് കൊണ്ടുപോയി തങ്ങളുടെ മൂപ്പന് കൊണ്ടുകൊടുത്തു. ഗോത്രത്തലവനായ മൂപ്പന് കൊണ്ടുകൊടുത്തു. മൂപ്പനാണെങ്കിൽ ഒട്ടനെ തന്നെ, മൂപ്പൻ്റെ പേര് നമ്പിരാജൻ എന്നാണ് കേട്ടോ. നമ്പിരാജന് വലിയ സന്തോഷമായി. ഒരു കൊച്ചുകുട്ടി, തനിക്കാണെങ്കിൽ മക്കളില്ലാതിരിക്കുകയാണ്. അതിനും വേഗം ഭാര്യയെ വിളിച്ചു, ആഞ്ചലേ എന്ന് വിളിച്ചു. കുഞ്ഞിനെ ആഞ്ചലയ്ക്ക് കൊടുത്തു. അങ്ങനെ നമ്പിരാജൻ്റെയും ആഞ്ചലയുടെയും കണ്ണിലുണ്ണിയായി വളർന്ന വരുണദേവൻ്റെ 10ാമത്തെ പുത്രനാണ് രത്നാകരൻ എന്നാണ് ആ കുഞ്ഞിനെ അവർ പേരിട്ടത്. രത്നാകരൻ വളർന്നു വലുതായി ഈ കാട്ടിൽ തൻ്റെ കൂട്ടുകാരായിട്ടുള്ള കാട്ടാള കുട്ടികളൊക്കെ കാട്ടുജാതിക്കാരൊക്കെ ചെയ്യുന്ന ജോലിയൊക്കെ തന്നെ പഠിച്ചു. മൃഗങ്ങളെ അമ്പെയ്ത് കൊല്ലുക, ചതിയിലിരിക്കുക, വഴിപ്പോക്കരെയൊക്കെ തടഞ്ഞു വയ്ക്കുക, പിടിച്ച് പറിക്കുക, കൊള്ളയും കൊലയൊക്കെ ചെയ്യുക. എന്നിട്ടാണ് കുടുംബം നോക്കിയത്. പ്രായമായി യുവാവായി ഇപ്പം രത്നാകരനും കല്യാണം കഴിച്ചു, ഭാര്യയായി, കുട്ടികളായി, കുടുംബം പുലർത്തട്ടെ. പോണവരെയൊക്കെ പിടിച്ചു പറിക്കും. നിസ്ത്രവം രാമായണത്തിൽ തന്നെ പറയുന്നത് എന്താ, ആ കാര്യങ്ങളൊക്കെ ഞാൻ നാണമില്ലാതെ ഞാൻ കൊള്ളയും കൊലയൊക്കെ ജീവിച്ചു കുടുംബം പുലർത്താൻ വേണ്ടി. ഒരു ദിവസം അതുവഴി സപ്തർഷികൾ വന്നപ്പോൾ അവരെയും തടഞ്ഞു നിർത്തി. അവരുടെ ബാണത്തിലുള്ളതൊക്കെ അങ്ങോട്ട് നമ്മൾ പിടിച്ച് പറിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിലൊന്നുമില്ല, ഇതിൽ വല്ല തുണിയുള്ളൂ, ആ തുണിയും വേണം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അത് പിടിച്ച് പറിക്കാൻ തുടങ്ങി. അപ്പോൾ സപ്തർഷികൾ ചോദിച്ചാൽ, എന്തിനാണ് നീ ഇതിങ്ങനെ പിടിച്ച് പറിക്കണേ? ഞാൻ എൻ്റെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. ഓ ശരി, നീ മഹാപാപം ചെയ്ത് കുടുംബമൊക്കെ പുലർത്തിയിട്ട് ഈ പാപം ചെയ്യുന്നത് ഇതൊക്കെ നല്ല കാര്യം എന്നാണോ വിചാരിക്കുക? നല്ല കാര്യമൊന്നുമല്ല, അത്രയും മോശം തന്നെയാണെന്ന് എനിക്കറിയാം. ഇതിനൊക്കെ മഹാപാപമുണ്ട്. ആ പാപമൊക്കെ ആരനുഭവിക്കും? നീ തന്നെ അനുഭവിക്കുമോ? അതോ ഈ കൊള്ളയും ചെയ്യുന്നതിൻ്റെ ഫലം അനുഭവിക്കണം നിൻ്റെ കുടുംബത്തിലിരിക്കണ ഭാര്യ മക്കളൊക്കെ ഈ പാപഭാരം അനുഭവിക്കാൻ കൂടെ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അയ്യോ, അത് ഞാൻ ചിന്തിച്ചിട്ടില്ല കേട്ടോ, ഞാൻ അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്. എന്നപ്പോൾ ചോദിക്കേ, അവരൊക്കെ കൂടെ വരുമെന്ന്. പാപം ചെയ്ത് ഞാൻ നിങ്ങളെ പുലർത്തുന്നു, അതിൻ്റെ പാപത്തിൻ്റെ ഫലം അനുഭവിക്കാനും നിങ്ങൾ കൂട്ടുവരുമോ എന്നൊന്നും ഇപ്പോൾ ചോദിക്കാൻ പറഞ്ഞു. ഞങ്ങളിവിടെ ആക്കാം. രത്നാകരൻ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് ചോദിച്ചു,
ഞാൻ പിടിച്ച് പറിച്ച് മൃഗങ്ങളെ അമ്പെയ്ത് കൊന്നും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളെ കുടുംബം നോക്കണത്. ഇതൊക്കെ നല്ല പ്രവൃത്തികളല്ല, ദുഷ്പ്രവൃത്തികളാണ്. ഇതിനൊക്കെ എനിക്ക് പാപമുണ്ട്, പാപബലമുണ്ട്. ആ പാപബലം ഞാൻ ഈ കൊള്ളയും കൊല്ലയും ചെയ്തു വരുന്നതിൻ്റെ ഫലം അനുഭവിക്കാനൊക്കെ നിങ്ങളുണ്ട്. ഈ പാപം ചെയ്യുന്നതിൻ്റെ ഫലം അനുഭവിക്കാനും നിങ്ങളെനിക്ക് കൂട്ടുവരുമോ എന്ന് ചോദിച്ചു. ഉടനെ രത്നാകരൻ്റെ ഭാര്യയുണ്ടല്ലോ, ഒരു കാട്ടുവാസി സ്ത്രീയാണ്, അക്ഷരാഭ്യാസമില്ല, യാതൊരു വിദ്യാഭ്യാസവും വിവരവും ഒന്നുമില്ല എന്നാണ് വെപ്പ്. പക്ഷേ ഒരു കാര്യം പറഞ്ഞു, അതാണ് രാമായണത്തിലെ കാര്യമാർത്ഥപ്രസക്തമായൊരു പൊരുളാണത്. അതുകൂടെ ചിന്തിക്കണം. എന്താണെന്നറിയാമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. തന്നെത്താൻ ചെയ്യുന്ന അവരവർ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഫലം, ആ കർമ്മഫലം, അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ പ്രവൃത്തിയുടെ ഫലം അവനവൻ തന്നെ വേണം അനുഭവിക്കാൻ, ഒരാളും കൂട്ടുവരില്ല എന്നങ്ങോട്ട് പറഞ്ഞു. ഇത് കേട്ട വഴിക്ക് രത്നാകരൻ ഞെട്ടിപ്പോയി. ഞാൻ ഈ സമയകാലം മുഴുവൻ പാപസഞ്ചയം ചെയ്ത് നിങ്ങളെ പോറ്റി വളർത്തും, എന്നിട്ടിപ്പോൾ ഈ പാപബലം അനുഭവിക്കാൻ ഞാൻ തന്നെയായിപ്പോയില്ലേ. തലയെ താഴ്ത്തിയിട്ട് കുറ്റബോധത്തോടുകൂടി തിരിച്ച് സപ്തർഷികളുടെ അടുത്ത് ചെന്ന് അവർ ചോദിച്ചു, എന്ത് പറഞ്ഞു ഭാര്യ? അവരൊന്നും വരില്ല, പാപപ്പം ഞാൻ തന്നെ അനുഭവിക്കണം. അപ്പോൾ മനസ്സിലായോ? കർമ്മം ചെയ്യുന്നവരാണ് കർമ്മഫലം അനുഭവിക്കുക. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഒരുപാട് പാപങ്ങൾ ഞാൻ ചെയ്തു. ഈ പാപത്തിൽ നിന്നൊരു മുക്തി കിട്ടാൻ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് ചിന്തിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ രത്നാകരനോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ഒരു മരത്തിൻ്റെ അടുത്ത് ഇരുത്തി, അവിടെ ഇരുത്തി സമാധാനിപ്പിച്ചു. അപ്പോൾ രാമരാമാനൊന്ന് പറയാൻ കിട്ടുമോ? കിട്ടില്ല, നിരക്ഷര കുക്ഷിയല്ലേ. ഉടൻ തന്നെ പറഞ്ഞു, ഇത് പറയേ, ആമരം എന്ന് പറയാം, ആമരം, ഈ മരം, ഈ മരം, ആ മരം, ഈ മരം, ആ മരം, ഈ മരം, രാമ 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 വന്ന് രാമനാമായി. ഇവിടെ ഇരുന്ന് ജപിച്ചോളൂ. ഈ ആമര, ഈ മര, രാമ 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 എന്ന് പറഞ്ഞ് മരാമര മന്ത്രം ജപിച്ച് അത് രാമമന്ത്രമായി മാറി. പാപവിമുക്തി കിട്ടി. ഒരുപാട് കാലങ്ങളൊക്കെ കഴിഞ്ഞു. സപ്തർഷിമാർ പോയി, കാറ്റ് വന്നു, മഴ വന്നു, വേനൽ വന്നു, വെയിൽ വന്നു. ഇരുന്ന സ്ഥലത്ത് നിന്നിരുന്നിട്ട് ഈ രത്നാകരം അങ്ങോട്ട് ചിതൽ പുറ്റ് വന്ന് മൂടി. കുറേ കാലഘട്ടങ്ങൾക്ക് ശേഷം സപ്തർഷികൾ അവിടെ വന്നപ്പോൾ അങ്ങോട്ട് അടുക്കും തോറും എവിടുന്നോ ഒരു ശാന്തത, പുഷ്പങ്ങൾക്ക് എവിടെയോ ഒരു ചെറിയ കാറ്റ്, മന്ദമാരുതൻ, സുഗന്ധവാഹിയായ മന്ദമാരുതൻ വീശുന്നു. കാടെല്ലാം പൂത്തു നിൽക്കുന്നു. വളരെ പ്രകൃതി സുന്ദരമായൊരു സ്ഥലം പോലെ തോന്നി. താഴെ കൂടിയാണെങ്കിൽ തമസാ നദി ഒഴുകുന്നു. അങ്ങനെ ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അടുക്കും തോറും രാമമന്ത്രം കേൾക്കുന്നു. രാമ 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 രാമമന്ത്രം. എവിടുന്ന ഈ ശബ്ദം? അടുത്ത് ഇങ്ങനെ ശ്രദ്ധയോടെ നോക്കിയപ്പോൾ ഈ ചിതൽപുറ്റിൻ്റെ ഉള്ളിൽ നിന്നാണ്. അപ്പം അവർക്ക് ഓർമ്മ വന്നു, പണ്ട് നമ്മൾ ഇവിടെയല്ലേ ഒരു കാട്ടാളനെ, രത്നാകരൻ എന്ന് പറഞ്ഞ കാട്ടാളനെ ഇരുത്തിയത്, അയാൾ ഇതുവരെ പോയില്ലേ, ഇപ്പോഴും ഇരുന്ന് ജപിക്കുകയാണോ? ഇതിനകത്തുനിന്നാണല്ലോ അവരെ ചിതൽപുറ്റ് അങ്ങോട്ട് പൊട്ടിച്ചു. ചിതൽപുറ്റിന് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് വാത്മീകം. വാത്മീകം പൊട്ടി അങ്ങോട്ട് പോന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് ഉണർന്നു വന്നത് ഒരു മഹർഷി. ഇത്രയും കാലങ്ങളായിട്ട് താടിയും തലയൊക്കെ വച്ച് ഒരു മഹാമുനിയായി രത്നാകരൻ അവിടെ ഇരുന്ന് തൻ്റെ ശരീരത്തിനും മനസ്സിനും മാറ്റം സംഭവിച്ച് വാത്മീകത്തിൽ നിന്നും ഉണർന്നെണീറ്റ ആ രത്നാകരനെ സപ്തർഷികളാണ് ആദ്യം തൊട്ട് ഇന്നു മുതൽ നീ വാത്മീകി എന്ന പേരിൽ അറിയപ്പെടും എന്ന് പറഞ്ഞതും വാത്മീകി എന്ന് വിളിച്ചതും. അങ്ങനെയാണ് വാത്മീകി മഹർഷിയുടെ ഉയർത്തെഴുന്നേൽപ്പ്. പിന്നീട് അദ്ദേഹം ആശ്രമം കെട്ടി തപസ് ചെയ്തു, രാമായണ കഥ എഴുതി, അതൊക്കെ വേറെ കഥ. അപ്പോൾ ഞാൻ എഴുതിയ ഇതാണ് ഇതിൻ്റെ കഥയുടെ കണ്ടൻസ്. വാത്മീകം വരുണരാജധാനിയിൽ ജനിച്ച വരുണപുത്രൻ കൊടുങ്കാട്ടിൽ വളർന്ന് ഭാര്യയുടെ നിന്ന് കിട്ടിയ ജ്ഞാനമനുസരിച്ച് പാപബലം തീരുന്നതിന് പശ്ചാത്തപിച്ചുകൊണ്ട് രാമമന്ത്രം ചൊല്ലി പുറ്റ് വന്ന് മൂടി. പുറ്റിൽ നിന്നുണർന്നു വന്നത് വാത്മീകി ആദികവി. വാത്മീകി അദ്ദേഹം എഴുതിയ ആദികാവ്യം
രാമായണം. ഇനി ഞാൻ എഴുതിയ കവിതയൊന്ന് കേൾക്കും. വാത്മീകി. വാത്മീകം പൊട്ടി വിരിഞ്ഞു, വാത്മീകി മണ്ണിലുണർന്നു, വനമാകെ മുഖരിതമായി രാമനാമമന്ത്രത്താൽ. വാത്മീകം പൊട്ടി വിരിഞ്ഞു, വാത്മീകി മണ്ണിലുണർന്നു, വനമാകെ മുഖരിതമായി രാമനാമമന്ത്രത്താൽ. പൂർവാശ്രമ ചിന്തയുണർന്നു. കഴിഞ്ഞ ജന്മത്തിൽ തൻ്റെ ഇതിനു മുൻപ് ഈ സന്യാസിയാവും മുമ്പ് താൻ ആരായിരുന്നു എന്നുള്ള ചിന്തയാണ് ഉണർന്നത്. പൂർവാശ്രമ ചിന്തയുണർന്നു, വരുണരാജധാനിയിലന്ന് ജന്മോത്സവ വേളയിലൊരു നാൾ വിധി വിളയാടി വികൃതമായി. അന്ന് അവിടെ ആ ജന്മോത്സവ വേളയിൽ വെച്ച്, ആഘോഷത്തിൽ വെച്ച് വിധി വികൃതമായിട്ട് അങ്ങോട്ട് വിളയാടിയത് ഓർമ്മ വന്നു. കാനന നടുവിൽ താഴെ വീണു നമ്പിരാജൻ തിരുമടിയിൽ. കൊടുങ്കാട്ടിൽ വീണത് നമ്പിരാജൻ്റെ തിരുമടിയിലായി. കൺമണിയായി തന്നെ വളർത്തി അഞ്ചലമ്മ പൊന്മകനെ. അഞ്ചലമ്മ, നമ്പിരാജൻ്റെ ഭാര്യ അഞ്ചലമ്മ ഈ മകനെ പൊന്മകനായി തന്നെ വളർത്തി. അച്ഛനമ്മമാരോ മനയ്ക്ക് നാമം ചൊല്ലി രത്നാകരൻ. കൊല ചെയ്തും കൊള്ളയടിച്ചും കെണിവച്ചിര പിടിച്ചും അച്ഛനമ്മമാരെ രത്നാകരൻ എന്ന് പേരിട്ട് വളർത്തി. കൊല ചെയ്ത് കൊള്ളയടിച്ച് കെണി വച്ച് മൃഗങ്ങളെയൊക്കെ വീഴ്ത്തി ഇര പിടിച്ചും കർമ്മത്താൽ അവനോ മാറി കേവലം ഒരു കാട്ടാളൻ്റെ കർമ്മങ്ങൾ ചെയ്ത് അങ്ങനെ വളർന്നു. സപ്തമുനിമാർ ദർശനമേകി. അങ്ങനെ ഇരിക്കുകയാണ് സപ്തർഷികൾ അതുവഴി വന്നത്. വല്ലഭയൊരു ജ്ഞാനം നൽകി. അവരുടെ പ്രേരണ പ്രകാരം വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ ഭാര്യ ഒരു അറിവ് പറഞ്ഞു കൊടുത്തു. എന്താണ് ആ അറിവ്? സകല കർമ്മഫലം സ്വന്തം മാത്രമാണെന്ന്. സകല കർമ്മഫലം സ്വന്തം മാത്രമാണെന്ന്. തൻ്റെ കർമ്മഫലം തനിക്ക് മാത്രമുള്ളതാണെന്ന്. കാനന നടുവിൽ പുറ്റു വളർന്നു. പിന്നെ മുനിമാരുടെ ഉപദേശപ്രകാരം അവിടെ ഇരുന്ന് രാമനാമ മന്ത്രം ചൊല്ലി പുറ്റു ഉയർന്നു പൊങ്ങി മരാമരമന്ത്രം. മരാമര എന്നുള്ള മന്ത്രം പൊങ്ങി കാവട്യം മാറി മറഞ്ഞു. ഇതുവരെ ചെയ്തിരുന്ന കള്ളത്തരങ്ങളൊക്കെ അങ്ങോട്ട് മാറി മറഞ്ഞു പോയി. കരൾ നിറഞ്ഞു കാരുണ്യം. കരളിൽ മുഴുവൻ കനിവ്, ദയ, അൻപ് എന്നിവ വന്നു നിറഞ്ഞു. ക്രൗഞ്ച മിഥുന വിരഹ ദുഃഖം മനമാകെ കലുഷിതമാക്കി. മഹർഷിയായിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ആറ്റിൽ വെച്ചിട്ട് ഇണക്കുപക്ഷികൾ, ക്രൗഞ്ചപ്പക്ഷികൾ ഇരുന്ന് കൊക്കുരുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ വേടൻ വന്ന് അമ്പ ഇത് ചെയ്തു. ഒരമ്പ ഇത് കൊണ്ട ഒരു കിളി താഴെ വീണു മരിച്ചു. മറ്റേ കിളിയുടെ വിരഹ ദുഃഖം അദ്ദേഹത്തിൻ്റെ മനമാകെ കലുഷിതമാക്കി, സങ്കടമാക്കി, ദേഷ്യമാക്കി. കഥനത്താൽ മാമുനി പാടി. ദുഃഖം കൊണ്ട് മാമുനി അന്ന് ഉറക്കെ പാടി. ആദികാവ്യം മാ നിഷാദ. അരുത് കാട്ടാള. നിഷാദൻ കാട്ടാളൻ. മാ അരുത്. മാ നിഷാദ, അതായത് അമ്പെയ്യരുത് എന്ന് പറയുമ്പോഴേക്കും അമ്പ് പോയി കഴിഞ്ഞു. മാ നിഷാദ എന്ന് പാടിയ ആദികാവ്യത്തിൽ ആദ്യം പറഞ്ഞു. പിന്നീടോ അതൊരു രാമായണ. പിന്നെ ബ്രഹ്മാവ് വന്ന് ഉപദേശിച്ചു. നാരദമുനിയുടെ പ്രേരണയുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ആദ്യത്തെ കാവ്യമായ രാമായണം വാത്മീകി എഴുതിയുണ്ടാക്കി. ആ കാവ്യമാണ് രഘുവംശസ്തുതികൾ കേട്ടുണരും തെരുവിന്നൊരു രാമായണ കഥ കേട്ടു. രഘുവംശത്തിൻ്റെ സ്തുതികൾ കേട്ടുണരുന്നതാണ് അയോധ്യയുടെ തെരുവുകൾ. അയോധ്യ രാജധാനിയായ അയോധ്യയിലെ തെരുവുകൾ എന്നും ഉണരുന്നത്
രഘുവംശത്തിലുള്ളവരുടെ സ്തുതികൾ കേട്ടാണ്. പക്ഷേ അന്ന് ആ തെരുവ് ഒരു രാമായണ കഥ കേട്ടു. വാത്മീകി മഹർഷി എഴുതിയ ഈ രാമായണ കഥ ആദ്യം പാടിയത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും പുത്രനായ മുനിബാലകരായി ആ വാത്മീകി ആശ്രമത്തിൽ വളർന്ന ലവകുശന്മാരാണ്. അതാണ് ഈ പറയുന്നത്. രഘുവംശസ്തുതികൾ കേട്ടുണരും തെരുവിന്നൊരു രാമായണ കഥ കേട്ടു. മുനിബാലകരാം ലവകുശ സോദര മനമുരുകി പാടിയ രാമകഥ. അവർ മനസ്സ് നൊന്ത് തൻ്റെ അച്ഛനും അമ്മയും ശ്രീരാമചന്ദ്രനും സീതാദേവിയുമാണെന്നറിയാതെ രാജാവും രാജ്ഞിയാണെന്നുള്ള ധാരണയിലെ പാടിയ ആ രാമായണ കഥ അവർ പാടിക്കൊണ്ട് നടക്കുകയാണ്, മനമുരുകി പാടുകയാണ്. ഗർഭിണിയായ ഭാര്യയെ ഉപേക്ഷിച്ച രാജാവ് എന്നുള്ള നിലയ്ക്ക് ആണ് ആ കുട്ടികൾ പാടിയത്. ഇനി ഈ കവിത ഒന്നുകൂടി വായിക്കാം. വാത്മീകം പൊട്ടി വിരിഞ്ഞു, വാത്മീകി മഞ്ഞിലുണർന്നു, വനമാകെ മുഖരിതമായി രാമനാമമന്ത്രത്താൽ പൂർവാശ്രമ ചിന്തയുണർന്നു. വരുണ രാജധാനിയിലന്ന് ജന്മോത്സവ വേളയിലൊരു നാൾ വിധി വിളയാടി വികൃതമായി. കാനന നടുവിൻ താഴെ വീണു നമ്പിരാജൻ തിരുമടിയിൽ, കൺമണിയായി തന്നെ വളർത്തി ആഞ്ചലമ്മ പൊന്മകനെ. അച്ഛനമ്മമാരോ മനയ്ക്ക് നാമം ചൊല്ലി രത്നാകരൻ, കൊല ചെയ്തും കൊള്ളയടിച്ചും കെണിവച്ചിര പിടിച്ചും കർമ്മത്താലവനോ മാറി കേവലമൊരു കാട്ടാളൻ. സപ്തമുനിമാദർശനമേകി വല്ലഭയൊരു ജ്ഞാനം നൽകി, സകല കർമ്മഫലം സ്വന്തം മാത്രമാണെന്ന്. സകല കർമ്മഫലം സ്വന്തം മാത്രമാണെന്ന്. കാനന നടുവിൽ പുറ്റു വളർന്നു ഉയർന്നു പൊങ്ങി മരാമരമന്ത്രം. കാപട്യം മാറി മറഞ്ഞു കരൾ നിറഞ്ഞു കാരുണ്യം. ക്രൗഞ്ചമിഥുന വിരഹദുഃഖ മനമാകെ കലുഷിതമാക്കി. ക്രൗഞ്ചമിഥുന വിരഹദുഃഖം മനമാകെ കലുഷിതമാക്കി. കഥനത്താൽ മാമുനി പാടിയാദികാവ്യം. കഥനത്താൽ മാമുനി പാടിയാദികാവ്യം മാ നിഷാദ. രഘുവംശസ്തുതികൾ കേട്ടുണരും തെരുവിന്നൊരു രാമായണ കഥ കേട്ടു. മുനിബാലകരാം ലവകുശ സോദര മനമുരുകി പാടിയ രാമകഥ. മുനിബാലകരാം ലവകുശ സോദര മനമുരുകി പാടിയ രാമകഥ. ഈ കവിത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എനിക്ക് ഉറപ്പാണ്. എന്നിരുന്നാലും എന്തെങ്കിലും കമൻറ്റുകൾ പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കും. ഞാൻ നിങ്ങളുടെ കമൻറ്റുകൾക്ക് അഭിപ്രായങ്ങൾക്കുമായി കാത്തിരിക്കുന്നു. നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളെ ഒന്ന് ചൊല്ലി കേൾപ്പിക്കും. അതായിരിക്കും ഒരു സന്തോഷം. എല്ലാവർക്കും ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.